ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ തന്നെ മുട്ടക്കറി റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പീസ് പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. 4 വലിയ സവാള ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കുക. അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. തക്കാളി നല്ല സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളി ഇതുപോലെ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ബോയിൽ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് വരഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് ഈ മുട്ട കോട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഈ മസാല നന്നായിട്ട് മുട്ടയിൽ പിടിക്കും. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വെള്ളം വേറെ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കണില്ല. വെള്ളം കുറച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ലൂസാക്കണം എന്നാണെങ്കിൽ നമുക്കൊരു 1/4 കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്